ഏറ്റവും സങ്കടം നിറഞ്ഞ കാലാവസ്ഥയും പ്രകൃതിക്ഷോഭങ്ങളും കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഉത്തരാഖണ്ഡിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടുത്തെ ധരാലിയിലെ മിന്നൽ പ്രളയത്തിൽ മരണം 6 കാണാതായവർക്കായുള്ള തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ഓപ്പറേഷൻ ശിവാലിക് ആരംഭിച്ചിരിക്കുന്നു. ഉത്തരാഖണ്ഡിലേക്ക് പോയ മുംബൈയിൽ നിന്നുള്ള മലയാളി സംഘം സുരക്ഷിതരാണ് എന്നുള്ള സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ ആശ്വാസകരമായ ഒരു വാർത്ത. ആ മലയാളി സംഘം സഞ്ചരിച്ച ബസ് ലൊക്കേറ്റ് ചെയ്തുവെന്ന് സൈന്യം അറിയിച്ചതായി കൊച്ചിയിൽ നിന്നുള്ള ദമ്പതികളുടെ ബന്ധു അല്പം മുമ്പ് നമ്മോട് പറഞ്ഞു. ആ ബന്ധുവിന്റെ സംഭാഷണം നമ്മൾ തൊട്ടു മുമ്പ് വിശദമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ ഉത്തരാഖണ്ഡ് മലയാളി സമാജം ഭാരവാഹിയായിട്ടുള്ള ദിനേശ് നമ്മോടൊപ്പം ചേരുകയാണ്. ദിനേശ്, താങ്കളും കുടുംബവും ഉത്തരാഖണ്ഡിൽ തന്നെയാണോ? അവിടെ താങ്കളും കുടുംബവും ആദ്യം സുരക്ഷിതരാണോ? അതെ, ഞങ്ങൾ സുരക്ഷിതരാണ്. ഞങ്ങൾ ഡെറാഡൂണിലാണ്. ഞങ്ങൾ സുരക്ഷിതരാണ്. അതെ, ഇപ്പോൾ മുംബൈയിൽ നിന്നുള്ള മലയാളി സംഘത്തെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് സൈന്യം അറിയിച്ചതായിട്ടാണ് കൊച്ചിയിൽ നിന്ന് ആ സംഘത്തിലുള്ള ദമ്പതികളുടെ ബന്ധു നമ്മോട് പറഞ്ഞത്. ഒപ്പം തന്നെ ആ ബന്ധു സംസാരിച്ച കൂട്ടത്തിൽ മലയാളി സമാജത്തിൻ്റെ ഭാരവാഹികളിൽ ആരോ അവരോട് പറഞ്ഞു അങ്ങനെ ലൊക്കേറ്റ് ചെയ്തു എന്ന് മാത്രമല്ല അവരെ ഏതോ ഒരു ക്യാമ്പിലേക്ക് മാറ്റി എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് എന്ന്. താങ്കൾക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ തന്നെയാണ് അവർക്ക് ആ വിവരം കൊടുത്തത്. ഞാൻ ഇവിടുത്തെ ഒരു മലയാളി പോലീസ് IG ഉണ്ട്, IPS മിസ്റ്റർ BK കൃഷ്ണകുമാർ. പുള്ളിയുടെ ത്രൂ അവിടെ അന്വേഷിച്ചു. അദ്ദേഹം അവിടുന്ന് കിട്ടിയ വിവരം അനുസരിച്ച് 28 പേരും സുരക്ഷിതരാണ്. ബേരോഘാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരെ സുരക്ഷിതരാക്കി നിർത്തിയിട്ടുണ്ട്. വേണ്ട ആഹാരങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. അവിടുന്ന് വരാൻ ബുദ്ധിമുട്ടുണ്ട്. റോഡെല്ലാം ബ്ലോക്ക് ആയിരിക്കുകയാണ്. എല്ലാം ഒലിച്ചു പോയിരിക്കുന്നു കംപ്ലീറ്റ്. അപ്പൊ അവരെ കൊണ്ടുവരാൻ പറ്റില്ല. ഒരു അറ്റ്ലീസ്റ്റ് 5 to 7 days എടുക്കും റോഡ് ഒന്ന് അറ്റ്ലീസ്റ്റ് റോഡ് മോട്ടറബിൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. നാളെയോ 24 hours എടുക്കും. അതാണ് അവർ. പക്ഷെ സേഫ് ആണ് എല്ലാവരും എന്നുള്ളത്. ഞാൻ ഡ്രൈവറായിട്ട് സംസാരിച്ചു. ഞാനാണ് വിവരം കൊടുത്തത് അവരെ ബന്ധുക്കൾക്ക്. ഇങ്ങനെ അവരെല്ലാം സേഫ് ആണെന്നുള്ള വിവരം ഞാനാണ് കൊടുത്തത്. അപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് അവർ സുരക്ഷിതരാണ് എന്നുള്ള രീതിയിൽ ആശ്വസിക്കാവുന്ന വാർത്തയാണ് വരുന്നത്. അവർ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറിയിരിക്കുന്നു. അവർക്ക് ഭക്ഷണവും വെള്ളവും ഉള്ള കാര്യങ്ങൾ, അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യം, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിച്ചിരിക്കുന്നു. ഇനി ഈ പറയുന്ന ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ട് അവരെ കൊണ്ടുവരുന്നതിലുപരി ഹെലികോപ്റ്റർ വഴി അവരെ ലിഫ്റ്റ് ചെയ്യുക എന്നുള്ള പ്രക്രിയയ്ക്ക് വേണ്ടി സർക്കാരുമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ. അതിലുപരിയായിട്ട് മറ്റെന്തെങ്കിലും വിവരങ്ങൾ മലയാളി സമാജത്തിൻ്റെ ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് അവിടെ നിന്ന് ശേഖരിച്ചതായിട്ട് പങ്കുവെക്കാനുണ്ടോ? മലയാളികളുടേത് മാത്രമല്ലാത്ത മറ്റ് മനുഷ്യരുടെ ജീവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സുരക്ഷാ പ്രവർത്തനങ്ങൾ, താങ്കൾക്ക് മാത്രമായി ലഭിച്ചിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ? ഇത് ഇന്നലെ നടന്നത് ഒരു വിഷമമുള്ള കാര്യമാണ്. ധരാലി ഗ്രാമത്തിൽ നടന്നത്. അവിടെ ഇതുവരെ അറിഞ്ഞ പ്രകാരം 6 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തിരിക്കുന്നത്. പക്ഷെ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല. തീരെ നടക്കാൻ പറ്റുന്നില്ല. അത്രയധികം കാലാവസ്ഥ മോശമാണ്. അപ്പൊ അറൌണ്ട് അവര് ഒഫീഷ്യൽ അല്ല, അൺഒഫീഷ്യൽ കണക്ക് പ്രകാരം 200 to 250 ആളെ കാണാനില്ല എന്നാണ് പറയുന്നത്. ഏകദേശം 25 ഹോം സ്റ്റേകളും എല്ലാം ഉണ്ട് അവിടെ. അതിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ഒലിച്ചു പോയിരിക്കുന്നു ഒരു ഗ്രാമത്തില്. അതിലുള്ള ആൾക്കാരെ മുഴുവനും കാണുന്നില്ല. അറൌണ്ട് ഒരു 6 to 7 feet ചളിയും ഇതും കല്ലും വന്നും നിറഞ്ഞു നിൽക്കുകയാണ് അവിടെ സ്ഥലത്ത്. അപ്പൊ അത് കാരണം വളരെ വിഷമമുള്ള കാര്യമാണ്. പക്ഷെ അതിലൊന്നും മലയാളികൾ ഏർപ്പെട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ സുഖി എന്ന സ്ഥലത്ത് ഒരു മേഘസ്ഫോടനം ഉണ്ടായി 4 മണിക്ക് ഇന്നലെ. അതില് ഒരു 9 ആർമി ജവാന്മാരെ കാണാനില്ല എന്ന് പറയുന്നു. അതിലൊരു മലയാളി ഉൾപ്പെട്ടിട്ടുണ്ടോ സംശയമുണ്ട്. അതിന് കൺഫേം ആയിട്ടില്ല. അത് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആർമിയുടെ 9 പേരെ കാണാനില്ല. ഈ പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാവുന്നത് ഈ കാലാവസ്ഥ മാത്രമാണോ? അതല്ലാതെ തന്നെ കാലാവസ്ഥ പ്രശ്നമല്ലെങ്കിൽ പോലും ദുർഘടമായ പ്രദേശമാണോ ഈ ഇടങ്ങൾ? ദുർഘടമായ പ്രദേശമാണ്. അവിടെ എത്തിപ്പെടാൻ പറ്റാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് ഋഷികേശിൽ നിന്ന് പോകുന്ന വഴിക്ക് 9 സ്ഥലത്ത് റോഡ് കംപ്ലീറ്റ് ഒലിച്ചു പോയിരിക്കുന്നു. അവിടേക്ക് ബൈ റോഡ് എത്തിപ്പെടാൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ NDRF ടീമെല്ലാം ഈ ഹെലികോപ്റ്റർ വഴിയാണ് അവിടെ ചെയ്തത്. പക്ഷെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നൊക്കെ റിപ്പയർ ചെയ്തിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ടെറൈനാണ്. എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. നമ്മളുടെ വയനാട് ദുരന്തവുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യാൻ കഴിയുമോ? അതിലെ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരവധി
ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്തേക്കാണ് ഈ പറയുന്ന മേഘവിസ്ഫോടനത്തിൽ പാറക്കല്ലുകൾ അടക്കമുള്ള രീതിയിൽ ജലപ്രവാഹം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ എന്തെങ്കിലും തരത്തിൽ വയനാട് ദുരന്തത്തിൽ നിന്നുള്ള മാതൃകകൾ അവിടെ ഉപയോഗിക്കാൻ കഴിയുമോ? സൈന്യം ഇപ്പോൾ റോഡുകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിലാണ്. റോഡുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ പറയുന്ന പ്രദേശങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാൻ കഴിയുള്ളൂ. അതിവേഗം റോഡുകൾ, പാലങ്ങൾ ഉണ്ടാക്കുന്നതിൽ വിദഗ്ധരുമാണ് സൈന്യം. ആ രീതിയിൽ പെട്ടെന്ന് തന്നെയുള്ള പാതകളുടെ പുനഃസൃഷ്ടി നടന്നാൽ രക്ഷാപ്രവർത്തനത്തിന് എന്തെങ്കിലും വേഗം കൈവരിക്കാൻ സാധ്യതയുണ്ടോ? അതെ, അവിടെ അടുത്ത് തന്നെ ഹർഷിൽ എന്ന സ്ഥലത്ത് ഒരു ആർമി ക്യാമ്പ് ഉണ്ട്. അവരാണ് ഏറ്റവും ആദ്യം എത്തിയത്. 10 മിനിറ്റിനുള്ളിൽ എത്തി ഈ സ്ഥലത്ത്. അപ്പൊ അവരാണ് ഏറ്റവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വയനാട്ടിനേക്കാൾ ദുർഘടമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. അവിടെ എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. സുഗി എന്ന സ്ഥലത്ത് മേഘസ്ഫോടനം ഉണ്ടായ ആ സ്ഥലത്ത് കുറച്ചും കൂടി ഡെവലപ്പ് ആയിട്ട സ്ഥലമാണ്. പക്ഷെ ഇപ്പൊ ഈ ധരാലി എന്ന് പറഞ്ഞ സ്ഥലം വളരെയധികം ഇതായിട്ടുള്ള സ്ഥലം. എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓൺലി നമുക്ക് ഹെലികോപ്റ്റർ ത്രൂ, എയറിൽ ത്രൂ മാത്രമേ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ അവർ ആർമി ശ്രമിക്കുന്നുണ്ട് അതിന് റോഡുകളെല്ലാം നേരെയാക്കാൻ. BRO അവരെല്ലാം, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എല്ലാം വാർ ഫൂട്ടിങ്ങിന് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് ഒലിച്ചുപോയ കാരണം അത് ഉണ്ടാക്കാൻ ഒരുപാട് സമയമെടുക്കും. അതാണ് ബുദ്ധിമുട്ട്. ഈ ഒരു അപകടം ഇനിയും ആവർത്തിക്കാനുള്ള ഒരു സാധ്യത അവിടുത്തെ കാലാവസ്ഥ പ്രകാരം ഉണ്ട് എന്ന് പറയാമോ? അങ്ങനെ ഒരു ഭീതി കൂടി ഉണ്ടോ? അങ്ങനെ ഒരു ഭീതിയുണ്ട്. ഇവിടെ എല്ലാ വർഷവും ഈ മേഘസ്ഫോടനം, ലാൻഡ് സ്ലൈഡും എല്ലാ വർഷവും ഉണ്ടാവുന്നതാണ്. പക്ഷെ ഈ വർഷം ഇത് കുറച്ചധികം കൂടുതലായി. ഈ 4000 അടി മുകളിൽ നിന്നാണ്, കീർ ഗംഗ എന്നുള്ള മുകളിൽ നിന്നാണ് അവിടുന്ന് മേഘസ്ഫോടനം ഉണ്ടായിട്ട് ഭാഗീരഥി റിവറിലേക്ക് ഒഴുകി വന്നത്. അപ്പൊ അതിന്റെ ആ ഇന്റൻസിറ്റിയും കുറച്ച് കൂടുതലായിരുന്നു. ഹൈറ്റ് കൂടുതലുള്ള കാരണം അവിടുന്ന് ഒഴുകി വരുമ്പോഴുള്ള ഇത് കാരണമാണ് ഇത്രയധികം ഡാമേജ് വന്നത്. ശരി, ഉത്തരാഖണ്ഡിലെ മലയാളി സമാജം ഭാരവാഹിയായിട്ടുള്ള ദിനേശാണ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. തത്സമയം ദിനേശ്, ഇനിയും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ഇതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും താങ്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ മുംബൈയിൽ നിന്നുള്ള മലയാളികളായിട്ടുള്ള സംഘം സുരക്ഷിതമായിട്ടിരിക്കുന്നു, അവരെ സംബന്ധിച്ചിട്ട് ആശങ്കകൾ വേണ്ട എന്ന പ്രതീക്ഷാകരമായ വാർത്ത കേരള വിഷൻ ന്യൂസിന് പങ്കുവച്ചതിന് താങ്കളോട് നന്ദി പറയട്ടെ. മറ്റു വാർത്തകളിലേക്ക് കടക്കാം.